നെക്സ്റ്റ് നമ്പർ ഇതാണ് പ്രോപ്പർ നമ്മളിതിൽ ഉള്ളൂ. നത്തിങ് റിയലി ബിഗ്. ഓ മൈ ഗോഡ്, വഴി തീർന്നു മുതലാളി. ഹേ ഗുഡ് പീപ്പിൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്രോ മീഡിയ മോഡ് അൺബോക്സിങ്, അതുപോലെ തന്നെ സോണിയുടെ മൈക്ക് അൺബോക്സിങ്. സോ അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിവ്യൂ, ലൈക്ക് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അതുപോലെ നമ്മുടെ ഷർട്ടിൽ പിൻ ചെയ്ത് വെക്കുമ്പോൾ. സോ അങ്ങനത്തെ കുറേ അധികം ലൈക്ക് ഡിഫറെൻറ്റ് സെനാരിയോയിൽ ആ മൈക്ക് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ മൈക്കിൻ്റെ ഔട്ട്പുട്ട് എന്താണ്. ഓക്കെ, ലെറ്റ്സ് സീ. സോ നമ്മുടെ നെക്സ്റ്റ് നമ്പർ ഗോപ്രോ 9 മീഡിയ മോഡാണ്. സോ കഴിഞ്ഞ വർഷം ഞാൻ ട്രിപ്പിന് പോയപ്പോഴാണ് ഇത് ശരിക്കും ആവശ്യമാണെന്ന് മനസ്സിലായിരുന്നു. സോ അൺബോക്സിസ്. സോ ഞാനിത് ഇവിടെ നിലമ്പൂർ മൈജിന്നാണ് എടുത്തത് ആക്ച്വലി. ക്ഷമയില്ല. It's done. സോ മീഡിയ മോഡ് കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിൻഡോ നമുക്ക് വന്നു. സോ നമ്മുടെ മൈക്ക് ഇവിടെ വർക്കിംഗ് ആണെന്നുള്ളതിൻ്റെ ആ ഒരു സിഗ്നൽ ഇവിടെ വരുന്നുണ്ട്. സോ മൈ മെമ്മറി ഈസ് ഓൾമോസ്റ്റ് ഫുൾ. സോ മച്ച് ഉള്ളു. സോ നമുക്ക് ഇതും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. സോ പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു മൗണ്ടാണ്, പിന്നെ അതിൻ്റെ തന്നെ ഒരു സ്ക്രൂ. സോ യൂസ്ഫുൾ ആയിരിക്കും ആക്ച്വലി. സോ ഇതാണ് നമ്മുടെ മീഡിയ മോഡ്. സംവെയർ 8,000 റുപ്പീസ് ആൻഡ് ചേഞ്ച് ഇതിനിപ്പോൾ മാർക്കറ്റിൽ റേറ്റ് ഉണ്ട്. പക്ഷേ ഞാനിത് പർച്ചേസ് ചെയ്തത് നിലമ്പൂർ മൈജിയിൽ നിന്നാണ്. സോ നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ ലൈക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൈജിയുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിലമ്പൂർ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. സോ അവരെന്തായാലും നല്ലൊരു ഡീലിന് നിങ്ങൾക്ക് ചെയ്തു തരും. സോ കം ക്ലോസർ, ഐ വിൽ എക്സ്പ്ലെയിൻ ടു അതർ തിങ്സ്. സോ ഇതാണ് ഇതിൻ്റെ ഷട്ടർ ബട്ടൺ, പിന്നെ ഇത് പവർ, അതുപോലെ തന്നെ മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ വി ക്യാൻ ഓപ്പൺ ലൈക്ക് ദിസ്. ഇത് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ നിങ്ങളൊരു സി പിൻ കാണുന്നുണ്ടാവും. ഇത് ത്രൂ ആണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഒരു സി ടൈപ്പ് മൈക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റ് ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ നമുക്ക് നമ്മുടെ മൈക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വേറെ പല എക്യുപ്മെൻറ്റ്സും കണക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ അവരുടെ ബിസിനസ് സ്ട്രാറ്റജി, ദാറ്റ്സ് ഓക്കെ. സോ നമുക്കിത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം 3 പോർട്ടുകളുണ്ട്. ഒന്ന് HDMI, സി ടൈപ്പ്, അതുപോലെ തന്നെ ജാക്ക്, മൈക്കിന് വേണ്ടിയിട്ടുള്ള പോർട്ട്. സോ ഈ ഒരു സി ടൈപ്പ് പ്ലഗിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺ ആക്കിയിട്ട് ലൈക്ക് മേ ബി ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കിത് ചാർജ് ചെയ്യാം. സോ അത് ആക്ച്വലി ഒരു പ്ലസ് പോയിൻ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ക്ലിപ്പിംഗ് അഴിച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യണം, ഈ ഒരു മൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇതാണ് നമ്മുടെ ഓവറോൾ സെറ്റപ്പ്. ഇതെല്ലാം ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. സോ ഇതൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ ഈ ഒരു ബോക്സിൽ സ്പേസ് ഇല്ലായിരുന്നു. സോ നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമ്മൾ ഇതൊന്ന് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇത് റിലീസ് ചെയ്യണം, ഈ ഒരു ക്ലിപ്പിംഗ്. സോ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് പുഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്താൽ മതി. ഒരുപാട് പ്രഷർ യൂസ് ചെയ്ത് ഇത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഗോപ്രോയുടെ വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഒക്കെ ഡാമേജ്ഡ് ആവും. സോ ലെറ്റ്സ് കീപ്പ് ഓവർ ഹിയർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സി പിൻ പോർട്ട്. സോ അത് ഇതിലോട്ട് അലൈൻ ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ജസ്റ്റ് സ്ലൈഡിങ്. ഡൺ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വിൻസ്ക്രീൻ ഉണ്ട്. സോ ഞാനത് ഓൾറെഡി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തോട്ട് സോ ഇത് നമ്മൾ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. സോ ഇറ്റ്സ് ഡൺ. സോ ഗൈസ്
ഇതാണ് നമ്മുടെ സോണിയുടെ സ്റ്റീരിയോ മൈക്ക്. ഇതിൻ്റെ മോഡൽ നെയിം ECM LV1 ലെവൽ 1. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. പാക്കിംഗ് ഒക്കെ വളരെ പത്തറ്റിക്കാണ്. സോ യു ഹാവ് ഫ്യൂ പീപ്പിൾ. സോ ഇതൊന്നും എന്തായാലും ആരും വായിക്കാമെന്ന് പോകുന്നില്ല. അഫ്കോഴ്സ് നമ്മളിതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഇത്രയും രൂപ ലൈക്ക് 2000 rupees ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ ക്വാളിറ്റി. സോ ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദ ബിൽഡ് ക്വാളിറ്റി. വളരെ ബേസിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ ബിൽഡിനായിട്ടുള്ളൊരു ക്ലിപ്പിംഗ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ സ്റ്റീരിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സോ ഇത് ഹെൽമെറ്റിൽ നമ്മൾ മൗണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഐ മീൻ റെക്കോർഡിങ് ഇഷ്യൂ. പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ ഗോപ്രോയുടെ മൗണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു വിൻസ്ക്രീനാണ്. ഇതും നമ്മുടെ ഗോപ്രോയുടെ അത്രയൊരു ക്വാളിറ്റി ഇതിനും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആക്ച്വലി. ഹെൽമെറ്റിലും നമ്മുടെ ഗോപ്രോയിലാണ് നമ്മളിത് പ്ലഗ് ഇൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്നത് ഈ ഒരു L ടൈപ്പാണ്. അതുപോലെ തന്നെ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ജാക്കാണ്. 3.5 mm TRS പ്ലഗാണ് ഇതിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വേറെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലഗിൻ്റെ ആവശ്യമില്ല. ഇത് ഗോപ്രോയിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. സോ ഇനി നമുക്കിത് നമ്മുടെ ഹെൽമെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇൻസ്റ്റാളിങ് പ്രോസസ്സൊക്കെ സിമ്പിളാണ്. ഒരു ഹെൽമെറ്റിൻ്റെ പാഡിങ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇത് ജസ്റ്റ് 1 meter ഉള്ളൂ, അല്ലെങ്കിൽ 3 feet. സോ അതുകൊണ്ട് തന്നെ മെസ്സി ആയിരിക്കില്ല. വേറെ കുറേ മൈക്കുകൾ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബോയയുടെ അതുപോലെ തന്നെ വേറെ അധികം. അത് കുറച്ചുകൂടി പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഇതിന് ലെങ്ത്ത് കൂടുതലുമാണ്. മറ്റു ചിലതിന് എക്സ്ട്രാ കണക്ഷൻ നമ്മളിതിന് കൊടുക്കണം. അത് ഭയങ്കര മെസ്സിയാണ്. സോ ഈ ഒരു മീഡിയ മോഡാണെങ്കിൽ തന്നെ വേറെ ഒരുപാട് ബ്രാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉലാൻജി അത് അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്. അതും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. സോ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോപ്രോയുടെ തന്നെ എക്സ്ട്രാ ഒരു മൈക്ക് കണക്റ്റർ അത് നമ്മൾ എക്സ്ട്രാ വാങ്ങി ഫിറ്റ് ചെയ്യണം. അത് നമ്മൾ മൈക്കിൽ ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനടിയിൽ തന്നെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഫിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കത് ഗോപ്രോയും അതുപോലെ തന്നെ ഈ ഒരു മൈക്കും നമ്മുടെ ഹെൽമെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ലെറ്റ്സ് ഗോ. സോ നമ്മുടെ ഗോപ്രോ നമ്മളിതിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഏതൊരു മൗണ്ടും ഏതൊരു സെറ്റപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ ആക്ഷൻ ബോയുടെ അലുമിനിയം മൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് ബൈ. ഇതിൻ്റെ വയറിംഗ് ഞാൻ പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടില്ല. സോ അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പാഡിങ് മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യണം. അല്ലെങ്കിൽ അത് പിന്നെ അഴിഞ്ഞ് പറയാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ചുറ്റിനും ഒരു ഇൻസ്റ്റലേഷൻ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്തേക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതും ആക്ഷൻ പ്രോ ഗോപ്രോ 9 അതിൻ്റെ മേലെ ഈ ഒരു മൗണ്ടും പിന്നെ നമ്മുടെ സോണിയുടെ മൈക്ക് ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. സോ ഈ ഒരു വോയിസ് ഇപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇത് എൻ്റെ ലാപ്ടോപ്പിൽ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ബൈക്ക്. നമുക്കിത് ഓടിക്കുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വിൻഡ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നെല്ലാം നമുക്ക് നോക്കണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ആ ഒരു ദ ഫൈനൽ റിവ്യൂ ഓഫ് ദിസ് മൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇത് നമ്മുടെ നിലമ്പൂർ ഫോറസ്റ്റാണ്. യു ക്യാൻ സീ അറൗണ്ട്. സോ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഞാനിതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ നോക്കുന്നത്. ഐ മീൻ യൂസർ റിവ്യൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ഒരു മൈക്ക് ഈ എന്തെങ്കിലും ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ അത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഔട്ട്ഡോർ ആയിരിക്കും മോസ്റ്റ് ഓഫ് മൈ കണ്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്കിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദ ബെസ്റ്റ് ഞാനിത് വന്നിട്ട് ഔട്ട്ഡോറിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിലമ്പൂർ മഹാഗണിക്കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ്. സോ ഇതാകുമ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലൊരു ഓഫ് റോഡിങ്ങും മറ്റു സെറ്റപ്പും ഉണ്ടാവും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്ര വ്യക്തമായിട്ടോ അതല്ലാതെയോ എങ്ങനെയാണത് കേൾക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കും ഒരു ഐഡിയ ഉണ്ടാവും. സോ ഇതിൽ ഒരുപാട് ഇലയുണ്ട്. സോ നമുക്കിതിൻ്റെ ABS ഒന്ന് ഓഫ് ചെയ്ത് തരാം. എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് പ്രോപ്പറാണ്. സോ ABS നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പിള്ളേർ കളിക്കാൻ വരുന്ന ഒരു ഗ്രൗണ്ടിൽ നിന്നിട്ടായിരുന്നു ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്തത്. നമ്മളിങ്ങനെ പോയിട്ട് ഒരു റൗണ്ട് ചെയ്തിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. സോ ഇത് ആക്ച്വലി ഒരു ഷോർട്ട് കട്ടാണ്. അകമ്പാടം, അടിയമ്പാറ, നിലമ്പൂർ ആ ഒരു വഴി അങ്ങോട്ട് പോകുന്ന ബൈക്കിന് മാത്രം പോകാൻ പറ്റുന്ന ഷോർട്ട് കട്ടുകളാണ്. ചെറിയൊരു ഓഫ് റോഡും അതൊക്കെ തന്നെ ഉള്ളൂ. നത്തിങ് റിയലി ബിഗ്. സോ ഞാനിപ്പോൾ ഇന്ന് ഗ്ലാസ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ഇത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ഒരു പ്ലാസ്റ്റിക് ചാക്കുകളും ഒക്കെ. ഇതെല്ലായിടത്തുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം ഇത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇത് എന്തിനാണ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്തിടുമ്പോൾ ഇതിൽ എക്കോ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, കണ്ടോ, അവർ ചിലപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓഫ് റോഡിങ് അല്ലെങ്കിൽ വണ്ടി കയറി പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. സോ അവരെ നമുക്ക് ഇതിൽ പോയിട്ടാണ് ആ ഒരു ഗ്രൗണ്ടിലെത്തുക. അതിൻ്റെ ബ്രീത്ത് നോയ്സൊക്കെ ചിലപ്പോൾ ശരിക്ക് കേൾക്കുന്നുണ്ടാവും. ലെറ്റ് മീ ഓപ്പൺ ദിസ് വൈസർ. ശരിക്കും അൺകംഫർട്ടബിളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം, അവിടെയൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ. ജസ്റ്റ് ഫോർ ഫൺ, ദാറ്റ്സ് ഇറ്റ്. ഓ മൈ ഗോഡ്, വഴി തീർന്നു മുതലാളി. ഇതൊക്കെ കണ്ടിട്ട് ഇനി ഫോറസ്റ്റുകാർ എൻ്റെ പേരെ കേസ് എടുക്കുമോ? ഐ ഡോണ്ട് നോ. How I'll go. മഴ പെയ്ത് അത്യാവശ്യം സ്ലിപ്പറിയാണ്, ബട്ട് ദാറ്റ്സ് ഓക്കെ, നെവർ മൈൻഡ്. അയ്യോ, കുറേ ചേട്ടന്മാരിവിടെ ഉണ്ട്. താങ്ക് യു. ഞാൻ ചുമ്മാ വണ്ടിയും കൊണ്ട് ഇതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. ഓക്കെ, യു ഗൈസ് കണ്ടിന്യൂ. ഇല്ല, ഞാനത് കട്ട് ചെയ്ത് കളയും. താങ്ക് യു.
ഓക്കെ, നമുക്ക് ഇത് തന്നെയാണ് ആ വഴി. ഒന്നുകൂടി നമുക്കൊന്ന് കയറാം. ആക്ച്വലി ഇറ്റ്സ് ഫൺ. എൻ്റെ ഉമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. ഓ മേ ബി അവരെനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഡൺ. ഇല്ല, അടിപൊളിയായിരുന്നു സംഭവം. ഞാൻ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി, സൂപ്പറായിരുന്നു. യാ, ലെറ്റ്സ് ഗോ. ഞങ്ങളിപ്പോൾ ഷൂട്ടിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ ഒരു 90% എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു വിഷ്വൽസാണ് അതിൽ ആഡ് ചെയ്യാനുള്ളത്. റെസ്റ്റ് എവറിത്തിങ് ഈസ് ഡൺ. സോ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഈ മീഡിയ മോഡിൻ്റെയും അതുപോലെ തന്നെ ഈ സോണിയുടെയും മൈക്കിൻ്റെയും യൂസർ റിവ്യൂ ആണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ എത്രത്തോളമാണ് ഇതിൻ്റെ ക്വാളിറ്റി, മറ്റു കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, മീഡിയ മോഡ് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ്. ബിൽഡ് ക്വാളിറ്റി ഈസ് ഗുഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്ക് ഇറ്റ്സ് സൂപ്പർ ഓസം ആൻഡ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് ഇത്. കാരണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ റിലീസ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. അതാണ് മെയിൻ റീസൺ ഞാനത് മേടിക്കാനുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു കൺസേൺ അല്ലാന്നുണ്ടെങ്കിൽ യു ഹാവ് ഓപ്ഷൻസ് ലൈക്ക് ഉലാൻജി, അതുപോലെ തന്നെ ഗോപ്രോയുടെ ഓക്സിലറി മൈക്ക് അഡാപ്റ്റർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിലത് നമ്മൾ മേടിക്കുമ്പോൾ ഇതും ഈ ഒരു മീഡിയ മോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംവെയർ അറൗണ്ട് 2.8K ഡിഫറൻസ് ഉണ്ട്. ബഡ്ജറ്റ് ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഉലാൻജി ആൻഡ് ഗോപ്രോ ഓക്സിലറി അഡാപ്റ്റർ. പക്ഷേ നിങ്ങൾ യൂസർ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മീഡിയ മോഡ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഞാൻ അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ നോക്കുമ്പോൾ എനിക്കതാണ് വേണ്ടത്. കാരണം എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റണം. ഒരുപാട് കാര്യങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് മറന്നു പോകും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് ആണ് ഞാനിത് മേടിക്കാനുള്ള കാരണം. പിന്നെ സോണിയുടെ മൈക്കാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അറ്റർ വേസ്റ്റ്. ഓക്കെ, പക്ഷേ അതിൻ്റെ നോയ്സും അതുപോലെ തന്നെ മൈക്കും വിൻസ്ക്രീൻ വെക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഭയങ്കര മോശമാണ്. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൽ കണ്ട ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഷോ യു. സോ ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡിലാണ് മൈക്ക് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുമ്പോഴുള്ള വോയിസ് അബ്സോർപ്ഷനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴുള്ള വോയിസ് അബ്സോർപ്ഷനും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. സോ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ആൻ ഇഷ്യൂ ഓർ നോട്ട്. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സുന്ദരി കണ്ണാലൊരു സീതി സൊല്ലടി എന്നാൽ നല്ല സീതി. ഐ ആം എ വെരി ഗുഡ് സിംഗർ ഓൾവേസ്. സോറി. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ്. ഓക്കെ, പിന്നെ ഈ ഒരു വിൻസ്ക്രീൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് എയർ നമ്മുടെ വോയിസിൻ്റെ കൂടെ വരുന്നുണ്ട്. ലിസൺ ടു ദിസ് പഫ് പഫ് പഫ്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. സോ നമ്മളിത് ഇതും കൂടി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ലിസൺ ടു ദിസ് ഓൾസോ പഫ് പഫ് പഫ്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. പിന്നെ ഇതാരെല്ലാം മേടിക്കണം? സോണിയുടെ മൈക്ക് മേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മോട്ടോ വ്ളോഗിങ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഈ ഒരു മൈക്കാണ് ദ ബെസ്റ്റ് ഇൻ മാർക്കറ്റ് ഐ ഫീൽ. ഓക്കെ, വാട്ട് ഐ ഫീൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലെങ്ത്ത് കുറവാണ്, ഭയങ്കരമായിട്ടും യൂസ് ചെയ്യാൻ സുഖമാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ മൈക്കിൽ മൗണ്ട് ചെയ്യാനും അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാനും
അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. ഓക്കെ, പെട്ടെന്ന് എടുക്കാം, പെട്ടെന്ന് ഫിക്സ് ചെയ്യാം. പിന്നെ മീഡിയ മോഡ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് നിങ്ങളുടെ പ്രിഫറൻസസ് അനുസരിച്ചിട്ടാണ്. ബഡ്ജറ്റാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ ഗോ ഫോർ ഉലാഞ്ചി. അതല്ല യൂസർ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ഗോ ടേക്ക് ദിസ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് എവറിത്തിങ്, ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓവർ പ്രൈസ്ഡ് അല്ല ഉലാഞ്ചി ഒന്നും, ഇത് ബിറ്റ് ഓവർ പ്രൈസ്ഡ് ആണ്. 8,000 ഐ ഓൾറെഡി സെഡ്. യാ, ദാറ്റ്സ് all about media mode and the mic. Yeah, thank you. Cut. ആരും കട്ട് ചെയ്യല്ല, സോ ഞാൻ തന്നെ കട്ട് ചെയ്യണം. സോ ഞാൻ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്. ഞാൻ എൻജോയ് ചെയ്തു, ടു ബി ഹോണസ്റ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓഫ് കോഴ്സ് ഷെയർ ചെയ്യുക. സോ ഞാൻ ഉടനെ തന്നെ നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നതാണ്. അണ്ടിൽ ദെൻ, ബൈ.